പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനി എല്ലാവരോടും പറയാണ്, ഇനി എനിക്ക് പറ്റില്ല, ഇവളെ സഹിക്കാൻ എനിക്കിനി പറ്റില്ല. ദാ ഇപ്പോൾ തന്നെ അവൾ എൻ്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു. ആ ചോദിക്ക്, ഞാൻ എന്തിനാ ഫോൺ എറിഞ്ഞ് പൊട്ടിന്ന് ചോദിക്ക്. അവളുടെ ഫോട്ടോ കണ്ടോണ്ടിരുന്നോണ്ടല്ലേ ഞാനായതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തുള്ളൂ. മറ്റാരെങ്കിലായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ തല്ലിക്കൊന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വല്ലാത്തൊരു വഴക്കിലാവാണ്. അപ്പോഴേക്കും നയന വന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, അനാമിക, ഞാൻ വന്ന സമയത്ത് എൻ്റെ ആദിശ്യേട്ടൻ എന്നെ വിവാഹം കഴിക്കാനല്ല ആഗ്രഹിച്ചിരുന്നത്. എൻ്റെ ചേച്ചീനെയാ. അവർ തമ്മിലാണ് കണ്ടതും ഇഷ്ടപ്പെട്ടതൊക്കെ. ഒരു അവധത്തിൽ കൂടിയാണ് എനിക്ക് ആദിശ്യേട്ടൻ്റെ ഭാര്യയാകേണ്ടി വന്നത്. ആദിശ്യേട്ടനും ആദ്യമൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഏകദേശം 1 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലും ബന്ധവും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ 2-3 മാസം ആദിശ്യേട്ടൻ കട്ടിലും ഞാൻ തറയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് ആദിശ്യേട്ടൻ എന്നെ കട്ടിലിൽ കിടക്കാൻ അനുവദിച്ചത്. എന്നും എന്നെ ഓരോ വഴക്കുകൾ പറയുകയും എന്നെ കുറ്റപ്പെടുത്തുകയും എന്നെ ഇവിടെ നിറക്കിടാൻ പോലും ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക്, ആദിശ്യേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അനുവാദമില്ലാതെ കയറി വന്നതിൻ്റെ ദേഷ്യമായിരുന്നു. അതൊക്കെ ഞാൻ മനസ്സിലാക്കി സഹിച്ചും ക്ഷമിച്ചും ആദിശ്യേട്ടനെ സ്നേഹിച്ചുമാണ് ഇവിടം വരെ എത്തിയത്. ഇപ്പോൾ ഞാൻ ആദിശ്യേട്ടനെ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുകയാണെന്ന് ആദിശ്യേട്ടന് മനസ്സിലായി. എൻ്റെ മഹത്വവും എൻ്റെ മനസ്സിലെ സ്നേഹമൊക്കെ ആദിശ്യേട്ടന് മനസ്സിലായി. അതുകൊണ്ടാണ് ആദിശ്യേട്ടൻ ഇപ്പോൾ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നത്. അതുപോലെ തന്നെ നീയും അനിയുടെ ഈ സ്വഭാവം, നിന്നെ ഒരു ഇഷ്ടമില്ലായികയൊക്കെ നീ ഇന്ന് മനസ്സിലാക്കി നീ അനിയെ പൂർണ്ണ മനസ്സോട് സ്നേഹിച്ചാൽ മാത്രം മതി അനി നിന്നെ സ്നേഹിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി പറയാണ്, നിന്റെ ഉപദേശമൊന്നും ഇവിടെ ആർക്കും വേണ്ട. നീയാ എല്ലാത്തിനും കാരണക്കാരൻ. നീ ഒറ്റ ഉയർത്തിയ എൻ്റെ മോൻ മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരുന്നതാ. അവനെ കൊണ്ട് നിന്റെ അനിയത്തിനെ സ്നേഹിപ്പിച്ച് ഇത്രത്തോളം അവനെ ആക്കിയെടുത്ത് നീ ഒറ്റ ഉയർത്തിയ. എന്നിട്ട് അവൾ ഉപദേശിക്കാൻ വരുന്നത് കണ്ടില്ലേ? നിന്റെ ഉപദേശം ഇവിടെ ആർക്കും അത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക പറയാണ്, അനാമിക ഇവിടുന്ന് മിണ്ടാതെ ദേഷ്യപ്പെട്ട് കയറി പോകുന്നുണ്ട്. കണ്ടില്ലേ എൻ്റെ മോള് എന്തുമാത്രം സങ്കടം ഒരു ദിവസം അനുഭവിക്കുന്നത്? അതിനൊക്കെ കാരണക്കാരി നീ ഒറ്റ ഉയർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ദേവേന് ചോദിക്കാണ്, ജാനകി, നയന എന്ത് തെറ്റാ ചെയ്തത്? അവൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. നന്ദുവും അനിയും തമ്മിൽ സ്നേഹിച്ചതിന് തെറ്റുകാര് അനിയും നന്ദുവുമാണ്, അല്ലാതെ നയനൊരിക്കലും തെറ്റുകാരല്ല. നയന ഇപ്പൊ അവളെ ഉപദേശിച്ചു നീ കണ്ടില്ലേ? എത്ര നാളുകളാ ഞാനും ജലജയും അതുപോലെ തന്നെ ആദർശമൊക്കെ അവളെ എന്തുമാത്രം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എത്ര തവണ ഇറക്കി വിട്ടിട്ടുണ്ട്, എന്തുമാത്രം അവളെ അപമാനിച്ചിട്ടുണ്ട്. അവളുടെ മാതാപിതാക്കളൊക്കെ അപമാനിച്ചിട്ടില്ല ഇവിടെ വെച്ചിട്ട്. അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും അവൾ ആദർശിനെ ആത്മാർത്ഥത്തോടെ തന്നെ സ്നേഹിച്ചത്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ആദർശും അവളെ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുന്നത്. അത് നിനക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? അവൾ പറഞ്ഞത് ആ അനാമികയുടെ അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ പോലും അന്ന് ആ വിവാഹത്തിന് പോലും ഒരു സമയത്ത് പോലും നയന അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. നന്ദുവിനെയും അനിയും തമ്മിൽ അവരെ എങ്ങനെയും മാറ്റി നിർത്തി അനാമികയെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കാനേ അവൾ ശ്രമിച്ചുള്ളൂ. നീയാ തെറ്റിദ്ധരിച്ചത് മുഴുവനും. അനാമിക നിന്നോട് അങ്ങനെയാ പറഞ്ഞത്. ആ കുട്ടി തെറ്റിദ്ധരിച്ചതായിരിക്കും. ജാനകി പറയാണ്, എനിക്കറിയാം അങ്ങനെയൊന്നുമില്ല കാര്യങ്ങൾ. ഇവളും ഇവളുടെ അമ്മയും ഇവളുടെ ചേച്ചിയും ഇവളുടെ അനിയത്തിയും എല്ലാം കൂടെ പ്ലാൻ ചെയ്തതാ. പറ്റിയ കുടുംബം വന്ന് കയറിയിരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്, അല്ല ജാനകി, നീ അജയനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചതല്ലേ? അപ്പോൾ നിനക്ക് മനസ്സിലാവില്ലേ ആ പ്രണയത്തിന്റെ ആഴം എന്തുമാത്രമായിരുന്നെന്ന്? അന്ന് വിവാഹം നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നീ ആത്മഹത്യ ചെയ്യാൻ പോയ കാര്യമൊക്കെ മറന്നു പോയോ? ജാനകി തലകുണിച്ച് നിൽക്കാണ്. അതേ സ്നേഹം തന്നെയാ ഇപ്പൊ നിന്റെ മകന് നന്ദുനോട് തോന്നിയിരിക്കുന്നത്, നന്ദുവിന് അവനോടും തോന്നിയിരിക്കുന്നത്. എന്തായാലും അവന്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 മാസമായി. ഇനി അവൻ നന്ദുവിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് യാതൊരു കാര്യമില്ല. അതെന്റെ ഭാഗത്ത് തെറ്റ് തന്നെയാ. അത് ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് ശരിയാക്കിക്കോളാം. പക്ഷേ നീ അനാമികനെ ഉപദേശിക്കേണ്ടത്. അനാമികയുടെ കൂടെ നിന്ന് നീ വീണ്ടും വീണ്ടും നയനെ കുറ്റപ്പെടുത്തുകയും അനിയെ കുറ്റപ്പെടുത്തുകയും ചെയ്താൽ അനാമികയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും അവനുള്ള ദേഷ്യം കൂടത്തേ ഉള്ളൂ. അങ്ങനെയല്ല, അവന്റെ സാഹചര്യത്തെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി നീ അനാമികനെ പറഞ്ഞ് മനസ്സിലാക്കണം. അനാമികയോട് അനിയെ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കാൻ പറയണം. അങ്ങനെയെങ്കിൽ മാത്രമേ അനാമികനെ അനി സ്നേഹിക്കുള്ളൂ. ഇനി അങ്ങോളം അവർ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജാനകി അപ്പൊ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. ദേവിനി പറയുന്നുണ്ട്, നയന നീ പോയിട്ട് അനിയെ ഒന്ന് സമാധാനിപ്പിക്ക്. നീ അനിയെ ഒന്ന് ഉപദേശിച്ചു കൊടുക്ക്. ആദർശേ നീ കൂടി ചെല്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനയും കൂടിയിട്ട് അനി അടുത്തേക്ക് പോകുന്നുണ്ട്. അനിയപ്പോ കട്ടിലേക്ക് കിടന്ന് പൊട്ടിക്കരയായിരിക്കും കേട്ടോ. ആദർശ് അരികെ പോയത് ചോദിക്കാണ്, എന്താടായത്? നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ? എല്ലാവരും മനസ്സമാധാനം പോവാ, നീ കാണുന്നില്ലേ? അതിനും കൂടി ചെറിയമ്മ നിന്റെ ഏട്ടത്തിനെ വഴക്ക് പറഞ്ഞത്. സോറി ഏട്ടത്തി, എനിക്ക് വേറെ നിവൃത്തിയില്ല ഏട്ടത്തി. എൻ്റെ മനസ്സിൽ എൻ്റെ നന്ദു മാത്രമേ ഉള്ളൂ. അനി, ഞാനൊരു കാര്യം പറയട്ടെ. നീ സ്നേഹിക്കേണ്ടത് അനാമികനെ അല്ലാതെ അനിയനെ അല്ല. അല്ലാതെ നന്ദുവിനെ അല്ല. നീ അത് കാര്യം മനസ്സിലാക്കണം. വിവാഹം കഴിഞ്ഞിട്ട് 3 മാസക്കാലമായി.
വിവാഹത്തിന് ശേഷം മറ്റൊരു പെൺകുട്ടി മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കയറി വന്ന് പെണ്ണോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹ. ആദർശേട്ടൻ എന്നെ വിവാഹം കഴിച്ചു വന്നിട്ട് വേറെ പെണ്ണെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാനത് സഹിക്കായിരുന്നോ? അതുപോലെ തന്നെയല്ലേ അനാമികയ്ക്കുള്ളൂ. ഏടത്തി, നിങ്ങളൊന്നും വിചാരിക്കുന്നുള്ളൊന്നും അല്ല. അവളുടെയൊക്കെ മനസ്സിൽ മറ്റെന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. അവളും അവളുടെ അമ്മയും അച്ഛനും കൂടെ എപ്പോഴും സംസാരിക്കുന്നത് കേൾക്കാം. അവരെപ്പോഴും സംസാരിക്കുന്നത് സ്വർണത്തെക്കുറിച്ചും ഷോറൂമിനെ കുറിച്ചും ഒക്കെയാ. അവർ ഫോൺ വിളിച്ച് സംസാരിച്ച ഉടൻ തന്നെ അവൾ ചോദിക്കുന്നത് എപ്പോഴാ ഷോറൂമിലേക്ക് അവളും വരിക, അവൾക്കതിൻ്റെ പാർട്ട്ണർ ആവണം, അതിൽ അവളെ ഉൾപ്പെടുത്തണം എന്നൊക്കെ അവൾ പറഞ്ഞത്. അവളുടെ മനസ്സ് നിറയെ ആ ഷോറൂമും ആ കടകളും മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ അവളുടെ മനസ്സിലില്ല ഏടത്തി. അവളെന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ തിരിച്ച് സ്നേഹിച്ചേനെ. അല്ലാതെ അവളുടെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. എന്നോടുള്ള ദേഷ്യവും പകയും കാണിക്കുന്ന പോലെ അവൾ എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. ഈ റൂമുണ്ടല്ലോ എനിക്കിപ്പോൾ നരക തുല്യമാണ്. ഞാൻ ഓഫീസിൽ വന്ന് കഴിയുമ്പം ഇങ്ങോട്ടേക്ക് വരണമല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടാ കയറി വരാറ്. വന്ന പാടെ അവൾ ഓർന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കാൻ തുടങ്ങും. രാത്രിയിൽ ഒരു സമാധാനമില്ല. മിക്ക ദിവസവും എനിക്ക് ഉറക്കം പോലില്ല ഏട്ടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം മാറും, ഞാൻ അനാമികയോട് സംസാരിച്ചോളാം, മോൻ വിഷമിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ട് അവിടുന്ന് ആദർശ് നയനും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ആദർശിന്റെ മുറിയിലേക്ക് ചെന്നിട്ട് നയനെ പറയാണ്, ആദർശിട്ട അവൻ പറഞ്ഞത് കേട്ടില്ലേ, ആ കുട്ടി ഷോറൂമിനെ പറ്റി സംസാരിക്കുന്നെന്ന്. ആദർശ് പറയാണ്, അതാ നയന ഞാനും പറഞ്ഞത്. അന്ന് ആ പലിശക്കാരൻ വന്ന് വഴക്കൊക്കെ ഉണ്ടാക്കിയില്ലേ, ശരിക്കും ഇവര് ഒരുപാട് കടക്കണിലായിട്ടുണ്ട്. അന്ന് ആ പോലീസ് പറഞ്ഞാലും സത്യവാ, ഇവര് ഒരുപാട് ഫ്രോഡ് പണികളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാ അയാൾ പറഞ്ഞത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവളുടെ കണ്ണാ ഷോറൂമിലായിരിക്കും. എൻ്റെ അനിക്കല്ല, എൻ്റെ അനിക്ക് ശരി തന്നെയാ തോന്നിയത് നന്ദു. പക്ഷെങ്കിൽ തെറ്റ് പറ്റിയത് ബാക്കി എല്ലാവർക്കും എന്നൊക്കെ പറയാണ്. അതെല്ലാം ഒരിക്കലും എല്ലാവരും മനസ്സിലാക്കുന്നു പറയുന്നുണ്ട്. ആദർശൻ എന്തൊക്കെയാ പറഞ്ഞേ, ഒരിക്കലും മനസ്സിലാക്കുന്നോ? അതേടോ, അവരുടെ പ്രേമം സത്യമാണെങ്കിൽ അവർ ഒരുപാട് ഒന്നിക്കും. എന്താ ആദർശിട്ടേക്ക് പറയുന്നേ? എടോ, അവൻ്റെ ജീവിതത്തിൽ 2 വിവാഹം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ആദ്യത്തെ വാഴക്കല്യാണം അതെനിക്കൊരു വിശ്വാസമൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ അനിയും അനാമികയുമായിട്ട് ഒരുപാട് കാലം നന്നായിട്ട് ജീവിക്കാനൊന്നും പോകുന്നില്ല. ആ അനാമികയുടെ ലക്ഷ്യം മൊത്തം നമ്മുടെ സ്വത്തിൽ മാത്രമാണ്, അല്ലാതെ അനിയുടെ മേലല്ല. അങ്ങനെയുള്ളപ്പം അവൾ മിക്കവാറും സ്വത്തും അടിച്ചുകൊണ്ട് പോകുന്ന ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നന്ദു തന്നെ അനിയുടെ ജീവിതത്തിലേക്ക് വരും. അതായിരിക്കും ദൈവനിശ്ചയം. അപ്പോഴേക്കും നയനെ പറയാണ്, ഈശ്വര അങ്ങനെ ഒരിക്കലും പാടില്ല. കാരണം അനാമികയുടെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ അവളുടെ ജീവിതം പഴയ പോയില്ലേ. അത് മാത്രമല്ല, ഇവിടെ ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും പറയാ. മനഃപൂർവ്വം നന്ദു അവനെ വീണ്ടും വീണ്ടും കോൾ ചെയ്ത് അനാമികനെ വെറുപ്പിച്ച് ഇങ്ങനെ ആക്കിയാന്നല്ലേ പറയുള്ളൂ. ആ കുറ്റവും ഞങ്ങളുടെ തലയിലാവും ആദർശട്ടെന്നൊക്കെ പറയുന്നുണ്ട്. നീ മിണ്ടിപ്പോകരുത്. നീ നേരത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിൽ ഇതൊക്കെ ഇവിടം വരെ എത്തുമായിരുന്നോ? നീ ഒറ്റൊരുത്ത് എല്ലാത്തിനും കാരണക്കാരെന്ന് പറഞ്ഞ് ആദർശ് നയനെ വഴക്ക് പറയുന്നുണ്ട്. അന്നേ നന്ദുവിൻ്റെ കാര്യം പറയുന്നെങ്കിൽ മുത്തശ്ശിയോട് സംസാരിച്ചതിന് എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തിയാനേ എൻ്റെ അനി സന്തോഷത്തോടെ ജീവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറീസൊക്കെ നമ്മൾ വരുന്നതിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.